മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. മകരവിളക്കിനും തലേന്നുമുള്ള വിർച്വൽ ക്യൂ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്തു. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം അരവണ വിതരണത്തിലെ പ്രതിസന്ധി നാളെ പരിഹരിക്കാനാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കി. ജനുവരി 14 വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും മകരവിളക്ക് ദിവസം 40,000-ആയും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സുരക്ഷിത ദർശനം, അതാണ് ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലകാലം, അതിനുവേണ്ട ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡും സർക്കാരും പോലീസും എല്ലാം ചേർന്ന് നടത്തുന്നത്. മകരവിളക്കിന് ദിവസങ്ങൾക്ക് മുൻപ് മല കയറുന്ന ഭക്തർ മകരവിളക്കിനായി സന്നിധാനത്തും പരിസരത്തും ക്യാമ്പ് ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും കൂടുതൽ തീർത്ഥാടകരെത്തിയാൽ അത് സുരക്ഷയെ കൂടി ബാധിക്കും. ഇതുകൂടി കണക്കിലെടുത്താണ് തീരുമാനം. ഈ സന്നിധാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അയ്യപ്പന്മാരുടെ ഒരു അളവുണ്ട്. അപ്പോൾ അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ മുൻനിർത്തിയാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അരവണ വിതരണത്തിലെ പ്രതിസന്ധി ഇന്നു തന്നെ പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. അരവണ പാക്ക് ചെയ്യാനുള്ള ടിന്നുകൾ എത്തിച്ചേരുന്നതിൽ വന്ന കാലതാമസമാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധിയായത്. നിലവിൽ ഒരാൾക്ക് 5 അരവണ വീതമാണ് നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.